കൊല്ലത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കരിക്കോട് വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ 6 യുവാക്കൾ പിടിയിലായിരിക്കുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് വീട് വളയുകയായിരുന്നു. 3 ഗ്രാം MDMA, 6 സിറിഞ്ച്, 300-ലധികം ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ, ത്രാസ് എന്നിവ ഇവിടെ നിന്ന് കണ്ടെടുത്തു. ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ. ദിലീപ്, എത്ര കാലമായി ഇവിടെ ഈ വീട് കേന്ദ്രീകരിച്ചുള്ള MDMA വിൽപ്പന നടക്കുന്നു? ഇതിൽ 6 പേർ പിടിയിലായതിൽ 2 പേർ പിടികിട്ടാപ്പുള്ളികളാണെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ശ്രുതി, ഇന്ന് രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കരിക്കോട് വീട്ടുടമ ഇല്ലാത്ത സമയത്താണ് കിളിക്കല്ലൂര് കുറ്റിച്ചിറ ജംഗ്ഷന് സമീപത്തുള്ള വീട്ടില് ഒരു സംഘം യുവാക്കൾ രാസലഹരി ഉപയോഗിക്കുന്നതായിട്ട് പോലീസിന് നാട്ടുകാർ വിവരം നൽകിയത്. പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയും പോലീസിനൊപ്പം തന്നെ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഡെൻസാഫ് ടീം അംഗങ്ങൾ എത്തി വീട് വളയുകയും പിന്നീട് ഇതിന്റെ അകത്ത് കയറുകയും ആയിരുന്നു. അവിടെ വെച്ച് 6 യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ കയ്യിൽ നിന്ന് MDMAയും അതോടൊപ്പം തന്നെ സിറഞ്ചും ഈ MDMA വിൽപ്പന നടത്തുന്നതിനാവശ്യമായ പ്ലാസ്റ്റിക് കവർ അടക്കം പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഗാന്ധിനഗർ സ്വദേശിയായ അശ്വിൻ, ഐത്തിൽ സ്വദേശി കൊച്ചൻ എന്ന അഖിൽ, പാറക്കുളം സ്വദേശി അല്ലമീൻ, കുറ്റിച്ചിറ സ്വദേശി അനീസ്, മുഖത്തല സ്വദേശി അജീഷ്, ഇരുവിപുരം സ്വദേശി ശ്രീരാഗ് എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇതിൽ അജീഷ് കൊട്ടിയം സ്റ്റേഷനിലും കിളിക്കല്ലൂർ സ്റ്റേഷനിലും നിരവധി കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വധശ്രമ കേസിലടക്കം പിടികിട്ട പുള്ളിയാണ് ഇവർ. ഇന്ന് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പോലീസും നാട്ടുകാർ വലിയൊരു നാട്ടിലെ നാട്ടുകാരെല്ലാവരും കൂടുകയും ചെയ്തു. ഈ വീട് കേന്ദ്രീകരിച്ച് ഇവർ ഇവിടെ പാർട്ടി നടത്തുന്നു, ലഹരി പാർട്ടി അടക്കം നടത്തുന്നു. അതിനുള്ള തെളിവുകളടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതായത് മാരകമായ MDMA ശരീരത്തിൽ കുത്തിവെക്കുന്നതിനുള്ള സിറഞ്ചുകളും അത് വിൽപ്പന നടത്തുന്ന സ്ഥലവുമായിട്ടാണ് പോലീസ് ഇതിനെ കാണുകയും ചെയ്തത്. അതിന് വേണ്ടുന്ന തെളിവുകളും ഈ ത്രാസ്, അതായത് MDMA അളന്ന് കൊടുക്കുന്നതിന് വേണ്ട ത്രാസുകളടക്കം പോലീസ് ഇവിടുന്ന് കണ്ടെത്തുകയും ചെയ്തു. കിളികല്ലൂർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അല്പം മുമ്പായിരുന്നു ശ്രുതി ഈ അറസ്റ്റ് നടന്നത്. എന്തായാലും 6 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ദിലീപ്, എന്തായാലും നാട്ടുകാരുടെ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ ഈ പ്രതികൾക്കെതിരെ നേരത്തെയും പരാതി നൽകിയിട്ടുള്ളതായിരുന്നു. ഇവർ ഇത്തരത്തിലുള്ള പ്രശ്നം, ഇതിൽ 2 പേർ ഇതിനോടകം തന്നെ പിടികിട്ടാപ്പുള്ളികളാണ്, മറ്റു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്നുള്ളത് അറിഞ്ഞല്ലോ. അപ്പോൾ ഇതിനു മുൻപ് മറ്റു പരാതികളോ എന്തെങ്കിലും നാട്ടുകാർ ഇവർക്കെതിരെ നൽകിയിരുന്നോ? ശ്രുതി, ഇതൊരു കോളനി പോലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇവർ എത്തി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ശബ്ദമോ മറ്റൊന്നും തന്നെ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ ഒന്ന് കാണാം. ഒരു ബൈക്കിന് 2 നമ്പർ, അതായത് ഇവർ സഞ്ചരിച്ച ബൈക്കിന് യഥാർത്ഥ നമ്പർ മറച്ച് മറ്റൊരു നമ്പർ ഉണ്ട്. പക്ഷെ നാട്ടിലെ ഈ വീട്ടിൽ ഇവർ വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇവർ വന്നു പോകുന്നതിൽ ദുരൂഹത മനസ്സിലാക്കിയ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾ എന്ന് പറയുന്നത്, അതായത് 6 കേസിൽ പ്രതികളടക്കമുണ്ടായ ആളുകൾ മറ്റ് സ്റ്റേഷനിൽ മറ്റു കേസുകളിലാണ് പ്രതികളായത്. ഈ ലഹരി കേസിൽ ഇവിടെ വെച്ചാണ് ഇപ്പോൾ പിടിയിലാക്കുകയും ഇവരിൽ നിന്ന് ലഹരി കണ്ടെടുക്കുകയും ചെയ്തത്. ദിലീപ്, കൊല്ലം കരിക്കോടാണ് വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ 6 യുവാക്കൾ പിടിയിലായിരിക്കുന്നത്. ദിലീപ് ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിൽ